നമസ്കാരം സർ. പതിവ് പോലെ മനോരമ ഒരു സർവേ റിപ്പോർട്ടുമായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അവരൊരു സർവേ നടത്തി സാക്ഷാൽ കണ്ണോത്ത് മുരളീധരനെ വിജയിപ്പിച്ച് പാർലമെൻറ്റിൽ എത്തിച്ചവരാണ്. ഇപ്പോഴിതാ അവരുടെ സർവേ പറയുന്നത് കേരളത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടൊരു UDF തരംഗമുണ്ട് എന്നാണ്. നമുക്കത് ശരിയായിരിക്കാം, UDF തരംഗം ഉണ്ടായിരിക്കാം. അങ്ങനെ UDF തരംഗമുണ്ട് എന്ന് പറയുന്ന കൂട്ടർ UDFന് എത്ര സീറ്റ് കിട്ടുമെന്നൊരു ഏകദേശ കണക്കെങ്കിലും പറയണ്ടേ? അങ്ങനെ കൃത്യമായിട്ട് പറയുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സർവേയെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പല ചർച്ചകൾ അതിൻ്റെ പുറത്ത് നടത്തി വരികയാണ്. സർ, എങ്ങനെ കാണുന്നു ഈ മനോരമയുടെ ഈ സർവേ? മനോരമ പല ബിസിനസ്സും ചെയ്യുന്നുണ്ട്. മലങ്കര പ്ലാന്റേഷനുണ്ട്, MRF ഉണ്ട്, റബ്ബർ കമ്പനി, ടയർ കമ്പനിയുണ്ട്, മനോരമ പത്രമുണ്ട്, വനിതാ മാസികയുണ്ട്, പിന്നെ ഫോർട്നൈറ്റ്ലി എന്ന് തോന്നുന്നു, പിന്നെ മനോരമ ആഴ്ചപ്പതിപ്പുണ്ട്. ഇതെല്ലാം അവരുടെ കച്ചവടമാണ്. ഈ കച്ചവടം പോലെ ഒരു കച്ചവടമാണ് സർവേ കച്ചവടം. അതൊരു ബിസിനസ്സാണ്. മനോരമ ബിസിനസ് അല്ലാത്ത ഒന്നും ഇതുവരെ അവർ ചെയ്തിട്ടില്ല. ബിസിനസ് ആംഗിളിലേ അവർക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. 10 കാശ് കിട്ടാത്ത 10 കാശ് കിട്ടുന്ന എല്ലാ കരുതിനും അവരുണ്ടാവുള്ളൂ. ഇവരുടെ സർവേ അവിടെ നിൽക്കട്ടെ. ഇടയ്ക്ക് മനോരമ ചാനലിൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. VD സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹത്തിന് 27.3% തിങ്കളാഴ്ച, പിണറായി വിജയന് 25.1%, ചൊവ്വാഴ്ച VD സതീശന് 28.02%, പിണറായി വിജയന് 24.03%. ഇതാരെ കളിപ്പിക്കാനായി മാമച്ചാൻ ഇത് ചെയ്യുന്നത്? എന്ത് വിരിവരിച്ചു വെച്ചിരിക്കുന്നത്? ഇതെന്തോ കമ്പോള നിലവാരം പോലെ കൊപ്ര കച്ചവടം വന്നു. അവർ ചെയ്യുന്ന കച്ചവടം പോലെ അല്ലല്ലോ സർവേ കച്ചവടം. അപ്പോൾ ഈ സർവേ കച്ചവടത്തിൻ്റെ വിശ്വാസ്യതയാണ് ഞാൻ ഈ പറയുന്നത്. ഓരോ ദിവസം കഴിയുമ്പോഴും ഞാൻ ഒരുപാട് പേരോട് ചോദിച്ചു, ഈ സർവേക്കാർ ആരെയും കണ്ടിട്ടില്ല. ഞാൻ പലരും എൻ്റെ സുഹൃത്തുക്കൾ പലയിടത്തുണ്ട്, കാസർഗോഡ് തൊട്ടങ്ങ് പിന്നെ തിരുവനന്തപുരം വരെയുണ്ട്. പലരോടും ചോദിച്ചു, ഇങ്ങനെ സർവേ നടന്നുണ്ട്, നിങ്ങൾ അവരുടെ ആരോടും ഈ സർവേ അഭിപ്രായം ചോദിച്ചൊരു മനുഷ്യൻ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ മനോരമയുടെ ഒരു കച്ചവട തന്ത്രത്തിൻ്റെ ഭാഗം മാത്രമാണിത്. കച്ചവടമല്ലാത്ത ഒന്നും മനോരമ ചെയ്തിട്ടില്ല. പിന്നെ അവസാനം മനോരമ സത്യം ഒരിക്കൽ ഞാനത് പറഞ്ഞതാണ്. മനോരമയുടെ പത്രത്തിൽ സത്യം പറയുന്ന ഒറ്റ ഒരു ഷീറ്റേ ഉള്ളൂ, അത് ചരമക്കോളം. അതിനകത്ത് അവർ സത്യം പറയും. അതല്ലാതെ ഇന്ന് വരെ മനോരമ ഒരു പേജിൽ ഒരു സത്യവും പറഞ്ഞിട്ടില്ല. ഒരിക്കലും സത്യം പറഞ്ഞിട്ടില്ലാത്ത മനോരമയ്ക്ക് എങ്ങനെ സർവേ സത്യം പറയാൻ പറ്റുന്നു? ആലോചിച്ച് നോക്ക്. ഈ സ്വാതന്ത്ര്യ സമരമൊക്കെ കഴിഞ്ഞ് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ മനോരമയ്ക്ക് തോന്നി, മനോരമ പത്രാധിപർ, പേര് പറയുന്നില്ല, അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ട് അവർക്ക് ചിത്രീകരിക്കണമെന്ന്. KJ കോശി കേരള യൂണിവേഴ്സിറ്റിയിലെ ഒരു ചരിത്ര പ്രൊഫസറെ കൊണ്ട് ഒരു പുസ്തകം എഴുതിച്ചു. അത് വായിച്ചാൽ തോന്നും ഈ മാമാപ്പിള സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു എന്നും, പിന്നെ പുള്ളിക്ക് സമരത്തിനൊന്നും പങ്കെടുക്കാത്തതുകൊണ്ട് ദണ്ഡിയിൽ ഉപ്പുണ്ടാക്കാൻ ഗാന്ധിയോട് പറഞ്ഞു പോയി ഉപ്പുണ്ടാക്കുക എന്ന് പറയുന്ന മറ്റൊരു ചരിത്രം എഴുതി വെച്ചിരിക്കുക. MJ കോശി അദ്ദേഹത്തിന് തന്നെ അപമാനമായതുകൊണ്ട് ആ പുസ്തകം എവിടെ പോയെന്ന് പോലും എനിക്കറിഞ്ഞൂടാ. ആരുടെയെങ്കിലും കയ്യിൽ ഇരിപ്പുണ്ടോ എന്ന് ചോദിച്ചറിയത്തില്ല. എന്ന് പറഞ്ഞാൽ ചരിത്രം വളച്ചൊടിക്കുക. സ്വാതന്ത്ര്യത്തിന് തൊട്ട് മുമ്പ് വരെ 1947 ആഗസ്റ്റ് 14 വരെ മഹാത്മാഗാന്ധി മിസ്റ്റർ ഗാന്ധി ആയിരുന്നു. 47 ആഗസ്റ്റ് 15 കഴിഞ്ഞപ്പോഴത്തേക്ക് മഹാത്മാഗാന്ധിയുടെ പത്രമായി മനോരമ മാറി. അപ്പോൾ മനോരമയുടെ സർവേയെക്കുറിച്ച് പറയും മനോരമയുടെ ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കണം. അപ്പോൾ അവർ പത്രം തുടങ്ങിയത് തന്നെ വിക്ടോറിയ രാജ്ഞിയുടെ പിന്നെ അവദാനങ്ങൾ പുകഴ്ത്താനാണെന്ന് അവർ പറയുന്നത്, നമ്മൾ പറയുന്നതല്ല. ഇതാണ് മനോരമയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്. ഞാനങ്ങ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇനിയും സർവേയിലേക്ക് വന്നാൽ, മനോരമ പണ്ടൊരു സർവേ നടത്തി. എനിക്ക് കോളേജ് ജോലിയുള്ളൊരു സമയമാണെന്ന് എൻ്റെ ഓർമ്മ. അന്ന് നടത്തിയ സർവേ എന്താ വെച്ചാൽ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ TK രാമകൃഷ്ണൻ കോട്ടയത്ത് മത്സരിക്കുകയാണ്. അതിശക്തമായ മത്സരം. തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം മനോരമയുടെ ടൈറ്റിൽ, മനോരമയും മാതൃഭൂമി പത്രം വീട്ടിൽ വരുന്നുണ്ട്, അതുകൊണ്ട് കൃത്യമായിട്ട് ഈ പത്രത്തിനെ കുറിച്ച് എനിക്കറിയാം. ടൈറ്റിൽ ന്യൂസ്, കോട്ടയത്ത് കാറ്റ് മാറി വീശുന്നു എന്ന് പറഞ്ഞാൽ TK രാമകൃഷ്ണൻ ജയിക്കാനാണ് സാധ്യത, പക്ഷെ കാറ്റ് മാറി വീശാൻ തുടങ്ങി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ജയിക്കാൻ പോവാണ്. ഇതാണ് വാർത്തയുടെ ചുരുക്കം. റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് TK രാമകൃഷ്ണൻ ജയിച്ചത്. റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ. അപ്പോൾ അവിടെ തൊട്ട് തുടങ്ങി മനോരമയുടെ സർവേ എടുക്കാം. അവസാനം 2024 മഹത്തായ ഒരു സർവേ നടന്നു. അത് തൃശ്ശൂരാണ്. തൃശ്ശൂർ മനോരമയുടെ ഈ സർവേ വിദഗ്ധന്മാരും ശാസ്ത്രജ്ഞന്മാർ, വാന നിരീക്ഷകർ, എനിക്കൊന്നങ്ങ് വെളിയിൽ പിന്നെ ഈ അന്തരീക്ഷം തന്നെ അവരവിടെ മുകളിൽ നിന്ന് സാറ്റലൈറ്റ് വെച്ച് പഠിക്കുക. ചിന്തിച്ച മനോരമയ്ക്ക് കിട്ടും.
നമ്മൾ ചിന്തിച്ച് മനസ്സറിയും യന്ത്രം മനോരമയ്ക്കുണ്ട്. അതെ. അങ്ങനെ ഈ മനസ്സറിയും യന്ത്രം വെച്ച് ഇവരൊരു സർവേ നടത്തി. അതായത് സുരേഷ് ഗോപി 3ാം സ്ഥാനത്ത് പോകും, മുരളീധരൻ ജയിക്കും. ഇതായിരുന്നു സർവേ. നല്ല മാർജിനിൽ ജയിക്കും. നല്ല മാർജിന്. ഈ സർവേ റിസൾട്ട് വന്നപ്പോഴേ സുരേഷ് ഗോപി ജയിച്ചത് 75,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. അതെ. ഇതാണ് മനോരമയുടെ സർവേ എന്ന് പറഞ്ഞാൽ അതൊരു കച്ചവടമാണ്. എന്തിനാണ് ഈ പിണറായി വിജയൻ്റെ ഈ ശതമാനം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നറിയാം? ഇടതുപക്ഷം 10 കൊല്ലം ഭരിച്ചുകൊണ്ടിരുന്നതിനകത്ത് PRD യിൽ നിന്ന് ഏറ്റവും അധികം പണം കിട്ടിയത് മനോരമയ്ക്കാണ്. മനോരമ പത്രത്തിന് പരസ്യം കുറഞ്ഞാൽ ഇമ്മീഡിയറ്റായിട്ട് പിന്നെ മനോരമ ഓഫീസിൽ നിന്ന് വിളി വരും മന്ത്രിയുടെ സെക്രട്ടറിക്ക്. അങ്ങനെ വിളി വന്നിട്ടുള്ള ചരിത്രം എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഈ മാസം കിട്ടിയ കോട്ട തികഞ്ഞില്ല എന്ന് പിന്നെ മന്ത്രിമാരെ വിളിച്ച്, ഏത് മന്ത്രിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, വിരട്ടുന്ന ഒരു സ്വഭാവം മനോരമയ്ക്കുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതൊരു ബിസിനസ് അല്ലേ? മനോരമയുടെ കാര്യം തീരുമാനിക്കുന്ന പത്രാധിപരുടെ കാലം കഴിഞ്ഞു. ഒരുപക്ഷെ ഒരു KM മാത്യു വരെയൊക്കെ അതുണ്ടായിരുന്നു. ഇപ്പോൾ തീരുമാനിക്കുന്ന സർക്കുലേഷൻ മാനേജരാണ്. അല്ല, മാവൻ മാത്യുവിന് അതിന് വലിയ റോളൊന്നുമില്ല. സർക്കുലേഷൻ മാനേജർ പറയും. വലിയ പിന്നെ ഇതുണ്ടല്ലോ, ഫ്ലാറ്റ് ലോബികൾ, ബിൽഡേഴ്സ്, അവർക്കെതിരെ മനോരമയിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട്. വരില്ല. കിഡ്നി കച്ചവടം ചെയ്യുന്ന ആശുപത്രികളുണ്ട് കേരളത്തിൽ, അവർക്കെതിരെ മനോരമയിലൊരു വാർത്ത വന്നു. സ്വകാര്യ ആശുപത്രികളെ കുറിച്ച് ഒരു വാർത്തയും വരുന്നില്ല. മനോരമ വാർത്ത കൊടുക്കുന്നത് അവർക്കിഷ്ടമില്ലാത്ത രാഷ്ട്രീയ നേതാക്കന്മാരെ കുറിച്ച്, അവർക്കിഷ്ടമില്ലാത്ത മതവിഭാഗങ്ങളെക്കുറിച്ച്, പിന്നെ ഏതെങ്കിലുമൊക്കെ ഒരു മതത്തിൽ കയറി ചെന്ന് ഭിന്നത ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതും അവർ ഉപയോഗിക്കും. പിന്നെ വാർത്ത കൊടുക്കുമ്പോൾ ഒരിടത്ത് ഒരിക്കലൊരു പിന്നെ നവോദയ സ്കൂളിലെ ഹെഡ് മാസ്റ്ററെ ഒരു പയ്യനോടെ, അതായത് പിന്നെ ഒരു ബാലപീഡനം നടത്തിയ ഒരു വാർത്ത വന്നു. മനോരമ റിപ്പോർട്ട് അത് അദ്ദേഹം സ്നേഹപൂർവ്വം കുഞ്ഞിനെ തലോടുകയായിരുന്നെന്നാണ്. മറ്റു പത്രങ്ങളൊക്കെ വേറെ രീതിയിലത് റിപ്പോർട്ട് ചെയ്തു. സത്യം ഞാൻ പറഞ്ഞു വന്നത് മനോരമയുടെ സ്റ്റൈൽ അതാണ്. അപ്പോൾ മനോരമയുടെ സർവേ സ്റ്റൈലും ഇതാണ്. ഇപ്പം മനോരമയ്ക്ക് പരസ്യം വേണം, ഒപ്പം അവരാഗ്രഹിക്കുന്ന ആളുകളെ പ്രൊജക്റ്റ് ചെയ്ത് കൊണ്ടുവരികയും വേണം. മനോരമ പറഞ്ഞ പോലെ ഒരു ഭരണവിരുദ്ധ വികാരം തീർച്ചയായിട്ടും കേരളത്തിലുണ്ട്. പക്ഷെ മനോരമ പറഞ്ഞതുപോലെ ഇത് യാഥാർത്ഥ്യമാകുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. മനോരമയുടെ പ്രഖ്യാപനം ആർക്കും പറയാൻ കഴിയില്ല സാർ. ആർക്കും പറയാം. മനോരമയ്ക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കരുത്. അത് മനോരമയുടെ നിർബന്ധമാണ്. അത് വളരെ കൃത്യമായിട്ട് നിർബന്ധം. അടുത്ത കാലത്തും ശ്രദ്ധിച്ചു നോക്കണം, ഈ K കരുണാകരൻ എന്ന് പറയുന്ന നേതാവ് മനോരമ ഓഫീസിൽ പോയിട്ടില്ലല്ലോ. ഇല്ല. EK നായനാർ മനോരമയുടെ ഏത് എഡിഷൻ, പിന്നെ മലപ്പുറം എഡിഷനാണെന്ന് അതിൻ്റെ ഓർമ്മ, അതോ പാലക്കാട് എഡിഷൻ, ഉദ്ഘാടനം ചെയ്യാനായിട്ട് EK നായനാരെ വിളിച്ചപ്പോൾ പറഞ്ഞു, മനോരമ സത്യം പറഞ്ഞ ചരിത്രമേ ഇല്ല. K മാത്യുവിൻ്റെ ഇരുന്നുണ്ട് പറയുന്നത്, ജനങ്ങളോടാണ് പറയുന്നത്. എന്നെ വിളിച്ച, ഞാൻ മുഖ്യമന്ത്രിയായിട്ട് വിളിച്ച, അല്ല മനോരമയുടെ ബഹുമാനം കൊണ്ടൊന്നും ഞാൻ വന്നാലും മുഖ്യമന്ത്രി വരേണ്ട പത്രമാണ്, അത് വന്നു എന്നുള്ളത് മനോരമ വച്ച കള്ളേ പറയത്തുള്ളൂ എന്ന് ഉദ്ഘാടന ചടങ്ങിൽ നായനാർ സ്വതസിദ്ധമായ ശൈലി പറഞ്ഞു. അത് പിന്നെ എല്ലാവരും തമാശയായിട്ട് എടുത്തെങ്കിലും അപ്രിയമായ സത്യം പറയാൻ ധൈര്യം കാണിച്ചൊരു മുഖ്യമന്ത്രിയാണ് EK നായനാർ. ചാരക്കേസ് ഉണ്ടാക്കിയത് ആരാണ്? കരുണാകരനെ ടാർഗറ്റ് മാത്രമല്ലേ ചാരക്കേസ് ഉണ്ടാക്കിയത്? അതെ. ഒരു കുക്ക്ഡ് അപ്പ് ന്യൂസ് അല്ലായിരുന്നു. അപ്പോൾ മനോരമയുടെ ചരിത്രം അതാണ്. ആ ചരിത്രത്തിൽ നിന്നും ഭിന്നമായി എന്ത് സർവേ റിപ്പോർട്ടാണ് മനോരമയ്ക്ക് കേരളത്തിന് കൊടുക്കാൻ പറ്റുന്നത്? സത്യസന്ധമായി മനോരമയ്ക്ക് എന്താണ് കേരളത്തിന് സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്? ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള നിലയിൽ ഞാൻ ഉറപ്പിച്ച് പറയും, ഭരണവിരുദ്ധ വികാരമുണ്ട്. അതിന് തർക്കമില്ലാത്ത കാര്യം. പക്ഷെ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ആഴവും പരപ്പും നമുക്കറിയണമെങ്കിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞേ പറ്റുള്ളൂ. അതാണ് എൻ്റെ കൃത്യമായി. ഈ സർവേ എന്ന് പറയുന്ന മഹത് തട്ടിപ്പാണ്, വെറും തേർഡ് റേറ്റ് തട്ടിപ്പാണ്. മനോരമ മാത്രമല്ല സർവേ നടത്തുന്നത്. ഇത് കണ്ടുകൊണ്ട് മാമച്ചാനി നടത്തുന്ന കണ്ടുകൊണ്ട് ശ്രേയാംസ് കുമാറിന് ഇറങ്ങിയിട്ടുണ്ട് വേറെ സർവേയുമായിട്ട്. ഇത്രയും വലിയൊരു കോമഡി വേറെ കോമഡിയില്ല. ആണ്ടാ ലാലു പ്രസാദ് പുള്ളി ചെയ്യില്ലായിരുന്നു 10-25 കൊല്ലം. അയാളുടെ മോനെ ഇറക്കിയിട്ടുണ്ട് ഇവിടെ, തേജസ്വി യാദവ്. അഴിമതിക്കെതിരെ യുദ്ധം ചെയ്യാൻ, വർഗീയതയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ. ഈ ലാലു പ്രസാദ് യാദവ വർഗീയത ഉയർത്തിപ്പിട്ടാണ് അയാൾ അധികാരത്തിൽ വന്നത്. ബീഹാറിലെ ഒരു മുഖ്യമന്ത്രി ജയിലിൽ കിടന്ന് ഇയാൾ മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് കാലികൾക്ക് കൊടുത്ത തീറ്റ വരെ മോഷ്ടിച്ചവനാണ്. അതിനകത്ത് ആകെപ്പാടെ ഒരാളെ ജയിച്ചു വന്നിട്ടുള്ളൂ. അത് മോഹൻ എന്ന് പറയുന്ന, പിന്നെ ഏത് മണ്ഡലത്തിൽ നിന്ന് കൊടുക്കുന്നില്ല, മറ്റേ പാനൂർ കുറുപ്പിന്റെ മോന്, KP മോഹൻ. ഇപ്പൊ KP മോഹനും മത്സരിക്കുന്നില്ല. അയാൾ ഒഴിഞ്ഞു. അദ്ദേഹം ഇത് വേണ്ടെന്ന് വെച്ചു. കൽപ്പറ്റയെ മത്സരിച്ച് 8 നിലയിലാണ് പൊട്ടിയത് ഈ ശ്രേയാംസ് കുമാർ. ഇതാണ് അദ്ദേഹത്തിന്. ഇത്തവണ അതുകൊണ്ട് അദ്ദേഹം ആദ്യമേ പറഞ്ഞു, ഞാൻ തെരഞ്ഞെടുപ്പിൽ പാർലമെന്ററി പൊളിറ്റിക്സിലേക്ക്. അദ്ദേഹത്തിന് പാർലമെന്ററി വ്യാമോഹമില്ല. തെരഞ്ഞെടുപ്പ് ത്യജിച്ചിരിക്കുന്നു. മഹാത്മാഗാന്ധിക്ക് ശേഷം കേരളം കണ്ട ഏറ്റവും ത്യാഗിയായ രാഷ്ട്രീയ നേതാവ് അദ്ദേഹമാണ്. അങ്ങനെ തെരഞ്ഞെടുപ്പ് ത്യജിച്ചു. കാരണം
തെരഞ്ഞെടുപ്പിൽ നിന്നാൽ ജനങ്ങളെ ത്യജിക്കുമെന്നറിയാം. അതുകൊണ്ട് ജനത്തിനെ ഇനി ഒരു ത്യജിക്കലും ഇവിടെ സഹിക്കാനുള്ള സഹിക്കാൻ വയ്യാത്തോണ്ട് കരുത്തില്ല. ഞാൻ പറഞ്ഞു ഇതൊക്കെയാണ് ഈ മുഖ്യ. പക്ഷെ ഈ മാതൃഭൂമിയുടെ സർവേ മനോരമയുടെ സർവേക്കാൾ ഭയങ്കര കോമഡിയാണ്. ഭയങ്കര കോമഡിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പോൾ എനിക്ക് തോന്നുന്നത് ആദ്യത്തെ ഒരു 35 സീറ്റുകളുടെ ഇത് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഈ പറഞ്ഞ പോലെ LDFിൻ്റെ കൂടെയാണല്ലോ ഇപ്പം നിൽക്കുന്നത്. LDF മുന്നണിയിലുമാണ്. അതുകൊണ്ട് LDFന് വലിയ പരിക്കൊന്നും ഉണ്ടാക്കാത്ത വിധത്തിൽ ഒരു തട്ടിക്കൂട്ട് സർവേ. അവരും പറഞ്ഞു, ഈ പറഞ്ഞതുപോലെ അങ്ങ് തൃശ്ശൂരിൻ്റെ കാര്യം ഇപ്പോൾ പറഞ്ഞല്ലോ. തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാതൃഭൂമി ഒരു സർവേ ഫലം പറഞ്ഞായിരുന്നു. അതും 8 നിലയെ പൊട്ടി എന്നുള്ളതാണ്. ഞാനിത് തന്നെ അറിയാം. ഇത് വയറുകുഴപ്പിൻ്റെ കാര്യമാണ്. വയറുകുഴപ്പിൻ്റെ കാര്യം എന്നാൽ ബിസിനസ് നടക്കണം. ആ ബിസിനസ് നടക്കാൻ ശ്രേയംസ് കുമാറിന് ബിസിനസ്സുണ്ട്. പിന്നെ മനോരമയ്ക്ക് മാതൃഭൂമിയും കൂടെ കണ്ട ഒരു വ്യത്യാസം, മാവും മാത്യുവിൻ്റെ ലേഖനവും പടവും നിത്യനെ അടിച്ചു വരില്ല. ആ മാന്യത അത് എനിക്ക് മനോരമയുടെ ആ കാര്യത്തിലുള്ള എല്ലാ അവസാനത്തെ എഡിറ്റോറിയൽ പേജിൽ മാവൻ മാത്യുവിന് ഒരു ലേഖനം എഴുതിക്കൂടെ? ഞാൻ മാവൻ മാത്യു ലേഖനം എഴുതി കണ്ടിട്ടില്ല. മാവൻ മാത്യു ഉദ്ഘാടനം ചെയ്ത പടം കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ ചിത്രവും ഞാൻ അദ്ദേഹത്തിന്റെ പടം മനോരമയെ കണ്ടത് ഒരേ ഒരു അവസരത്തിലാണ് സാർ. അതായത് മനോരമ ചാനൽ തുടങ്ങുന്നു. ആ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ആ ചാനലിൽ അന്ന് ഒരു വലിയ ടീം, ജോണി ലൂക്കോസ് സാറിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് ജോലി ചെയ്യുന്ന പലരും ഉണ്ടെന്ന്. അവരോട് അദ്ദേഹം സംസാരിക്കുന്ന ഒരു ഇൻട്രാക്ഷൻ, പുതിയ ചാനൽ വരികയല്ലേ, അതിനെക്കുറിച്ച്. അത് അകത്തെ പേജിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയാണ് അന്ന് വന്നത്. അദ്ദേഹം അവർക്കൊരു മനോരമയുടെ പാരമ്പര്യം എന്താണ്, മനോരമയുടെ ചരിത്രം എന്താണെന്നൊക്കെ പറഞ്ഞാൽ അവരോട് സംവദിച്ച ഒരു പരിപാടി. ആ പരിപാടിയുടെ വാർത്തയും ചിത്രവും ഒരു വളരെ ചെറിയ ഒരു 3 കോളത്തിൽ വാർത്തയും പടമൊക്കെ ആയിട്ട്. അത് മാത്രമാണ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഒരു പടം കണ്ടിട്ടുള്ളത് മനോരമ. പിന്നെ മനോരമ ചെയ്ത വലിയൊരു കോൺട്രിബ്യൂഷൻ അതുകൂടെ പറയാതെ പോകുന്നത് ശരിയല്ല. അഖില കേരള ബാലയൻ സഖ്യം മനോരമയുടെ കോൺട്രിബ്യൂഷനാണ്. എൻ്റെ ജനറേഷനിൽപ്പെട്ട ഒരുപാട് ആളുകൾക്ക് എനിക്ക് വ്യക്തിപരമായി പ്രസംഗിക്കാൻ ആത്മധൈര്യം തന്നത്, എൻ്റെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തത് അഖില കേരള ബാലയൻ സഖ്യമാണ്. ഞാൻ കോന്നിയിലെ നാഷണൽ ബാലയൻ സഖ്യത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. പിന്നെ മനോരമ എൻ്റെ CC മെമ്പറായിട്ടൊക്കെ അവിടെ പോയിട്ടുണ്ട്. എനിക്ക് ബാലയൻ സഖ്യമായിട്ട് നല്ല, പിന്നെ കോൺഗ്രസ് അനുകൂല സംഘടനയാണെന്നൊക്കെ അല്ല, അങ്ങനെയല്ല. ഞങ്ങളുണ്ടായിരുന്നപ്പോൾ ഒരു അനുകൂലമില്ല. മനോരമയിൽ അന്നത്തെ രാഷ്ട്രീയമൊന്നും ഇല്ലാത്ത അല്ല, ബാലപംക്തി എന്നൊരു പങ്ക്തിയുണ്ട്. അതിന് നമ്മുടെ പേര് അച്ചടിച്ച് വരും. അത് കാണാൻ എടുത്ത് വെച്ച് വായിക്കും. കുട്ടികൾക്ക് ഭയങ്കര പ്രോത്സാഹനം. അപ്പോൾ നമ്മൾ 7ലും 8ലും ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ പ്രസംഗിച്ചതുകൊണ്ടൊക്കെ വരുന്നത്. അങ്ങനെ ബാലജന സഖ്യം ബിൽഡപ്പ് ചെയ്താണ് എൻ്റെ വ്യക്തിത്വം. അക്കാര്യത്തിൽ മനോരമയുടെ എനിക്ക് കടപ്പാടുണ്ട്. അത്ര ഒരെണ്ണം മാതൃഭൂമിക്കില്ല. കേരളത്തിൽ ഒരു പത്രത്തിന് അവകാശപ്പെടാൻ പറ്റില്ല. ഒരു തലമുറയെ വളർത്തിയെടുത്തതിൽ മലയാള മനോരമയ്ക്ക് വലിയൊരു പങ്കുണ്ട്. ഇപ്പോഴത്തെ തലമുറയെ തെറ്റിദ്ധരിപ്പിക്കുന്നതിലും മലയാള മനോരമയ്ക്ക് അതുപോലെ ഒരു പങ്കുണ്ട്. അതുകൊണ്ട് രണ്ടും നമ്മൾ കാണാതെ പോയിട്ട് കാര്യമില്ല. എന്നാൽ ഈ സർവേകൾ ഒരു അടിസ്ഥാനരഹിതമായ സർവേയാണ്. ഈ സർവേ ഫലവും തെരഞ്ഞെടുപ്പ് ഫലവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇവരല്ലാതെ വേറെ സർവേകൾ നടത്തുന്നുണ്ട്. മാട്രിക്സ് സർവേ, വേറെ സർവേകളുണ്ട്. ഞാൻ ആ സർവേയിലേക്കൊന്നും പോകുന്നില്ല. മനോരമ, മാതൃഭൂമി പത്രങ്ങളുടെ സർവേകൾ ഒരു കോമഡി ഷോ ആണെന്നുള്ള കാര്യം ജനങ്ങൾ ഈ റിസൾട്ട് വരുമ്പോൾ അറിയാം. അതിനപ്പുറത്തൊന്നും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. വളരെ നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.